എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ കുട്ടിയമ്മ ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുക. അപ്പോൾ പലവരും ചോദിക്കുന്നുണ്ട് കുട്ടിയമ്മ എൻ്റെ ആര് എന്ന്. കുട്ടിയമ്മ എൻ്റെ ആര് എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഭക്തയാണ്. എൻ്റെ കുലമോ എൻ്റെ ബന്ധു എന്നൊന്നും സാധാരണ ഭാഷയിൽ പറഞ്ഞ ആരുമല്ല. പക്ഷേ ഏതോ ഒരു സമയത്ത് എന്നെ കേട്ടറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് കുറച്ച് കൂട്ടുകാരികളുമായി വരികയായിരുന്നു. അങ്ങനെ അവരൊക്കെ പോയിട്ടും കുട്ടിയമ്മ പോയില്ല. കുട്ടിയമ്മ ഞാൻ എവിടെയൊക്കെ താമസിച്ചോ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. ചളിയിലും വെള്ളത്തിലും എല്ലായിടത്തും എൻ്റെ ഒപ്പം ഉണ്ടായി. കുട്ടിയമ്മയ്ക്ക് അവർ 3 സഹോദരങ്ങളാണ്. മൂത്ത ചേച്ചി, അതിന് താഴെ കുട്ടിയമ്മ, അതിൻ്റെ താഴെ ഒരു അനിയൻ വളരെ താമസിച്ചിട്ടാണ് അവരുടെ അമ്മ പ്രസവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൊച്ചു കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിയമ്മ അനുജനെ മകനെ പോലെ നോക്കി വളർത്തി. അമ്മയും അച്ഛനും മരിച്ചുപോയി. അപ്പോൾ കുട്ടിയമ്മയാണ് ഉണ്ണി എന്നാണ് പറയുക. അങ്ങനെ വളർത്തി കൊണ്ടുവന്നു. അങ്ങനെ കുട്ടിയമ്മ മണ്ണ് പണിക്കും വിറക് വെട്ടാൻ കാട്ടി പോയി വിറക് വെട്ടി കൊടുന്നു കൊടുക്കാനും മരുന്ന് പറിച്ച് വിൽക്കാനും ഒക്കെ ചെയ്തിട്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഒരു കാരണമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ അനുജൻ ആത്മഹത്യ ചെയ്തു. ഇന്നും എന്താണ് എന്ന് കുട്ടിയമ്മയ്ക്ക് ആർക്കും അറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ആർക്കും അറിയില്ല. പിന്നീട് കുട്ടിയമ്മ തനിച്ചായി. പൂജാമുറിയിൽ വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെ ഈ ഭക്തിയിലേക്ക് പോകുന്നു. പിന്നെ മുടിയൊക്കെ ജട പിടിച്ചിട്ടാണ് എൻ്റെ അരികിൽ വരുമ്പോൾ കുട്ടിയമ്മ തനിച്ച് താമസിക്കുന്ന അവസ്ഥയിൽ. അങ്ങനെ പിന്നെ എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും ആൾ ഓടിയെത്തും. കുറേ പൂവും ചെത്തിയും തുളസിയൊക്കെ ആയിട്ട് ആൾ ഓടിയെത്തും. അങ്ങനെ വന്ന് കൂട്ടുകാരികളൊന്നും പിന്നെ വരാതെയായി. കുട്ടിയമ്മ ഇവിടെ സ്ഥിരമായി. എൻ്റെ കൂടെ കൊടുങ്ങല്ലൂർക്കൊക്കെ തുള്ളാൻ വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടിയമ്മയ്ക്ക് ഇവിടെ സ്ഥിരമായി നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയമ്മയ്ക്ക് ഇപ്പോൾ ഉള്ളത് ചേച്ചിയുടെ ഒരു മകനാണ്. മകന് വയ്യാത്തതാണ്. അപ്പോൾ കുട്ടിയമ്മയുടെ ചേച്ചിയുടെ മകൾ വന്നിട്ടാണ് ഇവിടെ സഹായങ്ങളൊക്കെ ചെയ്ത് കുളിപ്പിക്കലും വൃത്തിയാക്കലൊക്കെ ചെയ്യണത്. പറ്റുമ്പോൾ, അല്ലാത്തപ്പോൾ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുന്ന ആരെങ്കിലും വന്ന് എൻ്റെ ചേച്ചിയോ പെങ്ങന്മാരാരെങ്കിലും വരുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ കുട്ടിയമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് ആൾക്കാർ വന്നു, മുദ്രപാത്രത്തിലൊക്കെ എഴുതിച്ചു. കുട്ടിയമ്മേനെ എൻ്റെ അടുത്ത് ആക്കി. അന്ന്, അതായത് 10 വർഷത്തിന് മുപ്പാട് എനിക്കൊരു 1,00,000 രൂപയാണ് അവരാകെ തന്നത്. എന്നിട്ട് കുട്ടിയമ്മേനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കുട്ടിയമ്മയ്ക്ക് 4 സെൻറ്റ് സ്ഥലം, ഒരു വീട്, അനുജൻ്റെ പേരിൽ പുറകിലൊരു ഭൂമിയൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആകെ 1,00,000 രൂപയാണ് തന്നത്. പക്ഷേ ഞാൻ അവിടെ പണം കുട്ടിയമ്മയുടെ നോക്കിയിട്ടില്ല. നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം അത് അന്ന് നോക്കിയുള്ളൂ. അപ്പോൾ കുട്ടിയമ്മ എൻ്റെ ഇവിടെ വരുന്ന ആൾക്കാർ അന്നുണ്ടായിരുന്നു. അവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു. കുട്ടിയമ്മയ്ക്ക് വയസ്സായി, വയ്യാതെ ആകുമ്പോൾ സ്വാമി കഷ്ടപ്പെടേണ്ടി വരും, സ്വാമി നേർപകുതി സ്വത്ത് എഴുതാൻ മേടിക്കൂ എന്നൊക്കെ പറഞ്ഞു. 1,00,000 തന്നെ അവർ തരാൻ എത്ര പാടുപെട്ടു. പിന്നെയാണ് പകുതി. ഒന്നും നോക്കിയില്ല. ഒക്കെ എൻ്റെ വിധിയാണ്. ഒക്കെ എന്നെ ഈശ്വരൻ ഏൽപ്പിച്ചിട്ടല്ലേ ഭൂമിയിലേക്ക് വിട്ടത്. അതാരെക്കൊണ്ട് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതാണ് കുട്ടിയമ്മയും ഞാനുമായിട്ടുള്ള ബന്ധം. നമുക്ക് തുടരാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്നും അമർത്തിയിട്ടില്ലെങ്കിൽ അമർത്തുക. എങ്കിലേ എൻ്റെ നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.